ബിസ് നെക്സ്റ്റിലേക്ക് സ്വാഗതം. അടുത്തയാഴ്ച സാമ്പത്തിക മേഖലയിൽ എന്ത് സംഭവിക്കും? പൈനാപ്പിൾ കർഷകർക്ക് ലോട്ടറി, സ്വർണ്ണവില 3.25 ലക്ഷത്തിലേക്ക്. മാർക്കറ്റിൽ ഉൽപ്പന്ന വിലയുടെ കയറ്റിറക്കങ്ങൾ എങ്ങനെ? വിപണിയിലെത്തുന്ന പുതിയ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെ? കാണാം ബിസ് നെക്സ്റ്റ്. പൈനാപ്പിളിന് ഒടുവിൽ നല്ല കാലം വന്നു. 3 ഇരട്ടിയിലധികമാണ് വില കൂടിയത്. മഴക്കാലത്ത് നഷ്ടം വരുമെന്ന് കരുതി വിളവ് ഉപേക്ഷിച്ച് മടങ്ങാനിരുന്ന കർഷകർക്കാണ് ഇരട്ടി വിലയുടെ ലോട്ടറി അടിച്ചത്. കഴിഞ്ഞ ഒരു മാസം 1.5 മാസമായി ഈ പൈനാപ്പിൾ വിപണി മുമ്പൊരിക്കലും കാണാത്ത തരത്തിലുള്ള ഒരു വിലയിടിവ് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. 10 രൂപ മുതൽ 25 രൂപ വരെയായിരുന്നു വില. ആ സമയത്ത് ഉണ്ടായ മുഴുവൻ പൈനാപ്പിളും കഴിഞ്ഞ ആഴ്ച കൊണ്ട് അത് തീർന്നുപോയി. ഈ കഴിഞ്ഞ 10 ദിവസമായി 10-12 ദിവസമായിട്ട് പൈനാപ്പിൾ വിപണിയിൽ ഇല്ലാത്തൊരു സ്ഥിതിയാണ്. ഒരു 3-4 ദിവസം കൊണ്ടാണ് ഈ 60 രൂപയിലേക്ക് പൈനാപ്പിൾ വില എത്തിയത്. എല്ലാ മാർക്കറ്റിലും ഡിമാൻഡായി. പക്ഷേ 60 രൂപ എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്തൊന്നും പൈനാപ്പിളിൽ കിട്ടാത്തൊരു വിലയാണ്. കൂടുതൽ ഷോർട്ടേജ് ഒഴിവാക്കി കഴിയുമ്പോൾ അല്ലെങ്കിൽ മാറിക്കഴിയുമ്പോൾ വില കുറച്ച് താഴത്തേക്ക് വരും. വിലയിടിവിൽ നിന്ന് തിരിച്ചു കയറിയിരിക്കുകയാണ് പൈനാപ്പിൾ. കഴിഞ്ഞ ആഴ്ച വരെ കിലോയ്ക്ക് 18 രൂപ മുതൽ 20 രൂപ വരെയായിരുന്ന പൈനാപ്പിൾ ഇന്ന് കിലോയ്ക്ക് 60 രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ്. വിപണിയിലെ വൻ ഡിമാൻഡും ഉത്പാദനത്തിലുണ്ടായ കുറവുമാണ് വിലവർധനയ്ക്ക് കാരണം. ഇനിയും വില ഉയരുമെന്ന പ്രതീക്ഷയിലാണ് പൈനാപ്പിൾ കർഷകർ. ഇസ്രായേൽ സംഘർഷത്തെ തുടർന്ന് സ്വർണ്ണവില റെക്കോർഡിലെത്തി. രാജ്യാന്തര സ്വർണ്ണവിലയുടെ കുതിച്ചുകയറ്റമാണ് കേരളത്തിലെ വിലയിലും പ്രതിഫലിക്കുന്നത്. രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില കത്തിക്കയറുകയാണ്. ഔൺസിന് ഒറ്റയടിക്ക് വില $106 ഉയർന്ന് $3431 വില വൈകാതെ $3500 എന്ന റെക്കോർഡ് മറികടന്നേക്കാമെന്നാണ് നിരീക്ഷകരുടെ പക്ഷം. അങ്ങനെയാണെങ്കിൽ കേരളത്തിലും സ്വർണത്തിന്റെ റെക്കോർഡ് മുന്നേറ്റം തുടരും. യുദ്ധം, ആഗോള സാമ്പത്തിക പ്രതിസന്ധി, താരിഫ് തർക്കങ്ങൾ എന്നിവ മൂലം രാജ്യാന്തര തലത്തിൽ കറൻസികളുടെ മൂല്യം അസ്ഥിരമായതിനാൽ ഇന്ത്യയുടെ റിസർവ് ബാങ്ക് ഉൾപ്പെടെ ലോകത്തെ പ്രമുഖ കേന്ദ്ര ബാങ്കുകൾ വിദേശ നാണയ ശേഖരത്തിലേക്ക് ഡോളർ, യൂറോ തുടങ്ങിയ കറൻസികൾക്ക് പകരം സ്വർണമാണ് ഇപ്പോൾ കൂടുതലായും കൂട്ടിച്ചേർക്കുന്നത്. കേന്ദ്ര ബാങ്കുകൾ ഇങ്ങനെ വൻതോതിൽ സ്വർണം വാങ്ങിക്കൂട്ടുന്നതും സ്വർണ്ണവില വർധനയുടെ ആക്കം കൂട്ടുകയാണ്. യൂറോ, യെൻ, പൗണ്ട് തുടങ്ങി ലോകത്തെ 6 മുൻനിര കറൻസികൾക്കെതിരായ US ഡോളർ ഇൻഡെക്സ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പത്തെ 110 നിലവാരത്തിൽ നിന്ന് 98 നിലവാരത്തിലേക്ക് വീണതും സ്വർണത്തിനാണ് നേട്ടം. ഡോളറിലാണ് രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണ വ്യാപാരം. ഡോളറിന്റെ മൂല്യം ഇടിയുമ്പോൾ ഇന്ത്യ പോലുള്ള വികസ്വര രാജ്യങ്ങൾക്ക് സ്വർണം വാങ്ങിക്കുക എന്നത് ചെലവ് കുറഞ്ഞതാകും. അത് ഡിമാൻഡ് കൂട്ടാനിടയാക്കും. ഫലത്തിൽ വിലയും കൂടും. ഇസ്രായേൽ ഇറാൻ സംഘർഷങ്ങളും ഡോളർ സൂചികയിലെ ബലഹീനതയും സ്വർണ്ണ ഫ്യൂച്ചേഴ്സ് ഉയരാൻ കാരണമായി. MCXലെ ഓഗസ്റ്റ് ഫ്യൂച്ചേഴ്സ് കരാറുകൾ 2011 രൂപ അഥവാ 2.4% കുത്തനെ ഉയർന്ന് വെള്ളിയാഴ്ച 1 ലക്ഷം രൂപ മറികടന്നു. 10 ഗ്രാമിന് 1,403 രൂപയിലാണ് വ്യാപാരം നടന്നത്. ആഗോളതലത്തിൽ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പണമിടപാട് നിയന്ത്രണങ്ങൾ ഉണ്ടായില്ലെങ്കിൽ സ്വർണം ഉറച്ചു നിൽക്കുമെന്നും താമസിയാതെ 1,50,000 രൂപയിലേക്ക് എത്താൻ സാധ്യതയുണ്ടെന്നും വിപണി വിദഗ്ധർ പറയുന്നു. ദീർഘകാല അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ 10 ഗ്രാമിന് 88,000 മുതൽ 90,000 രൂപ വരെ സ്വർണത്തിന് ശക്തമായ പിന്തുണ ലഭിക്കുമെന്ന് അവർ പ്രവചിക്കുന്നു. പ്രധാന സപ്പോർട്ട് ലെവലുകൾ അതേപടി നിലനിൽക്കുമെന്ന് അനുമാനിച്ചാൽ അടുത്ത 12 മുതൽ 15 മാസത്തിനുള്ളിൽ സ്വർണ്ണവില 1 ലക്ഷം മുതൽ 1,60,000 രൂപ വരെ എത്തിയേക്കും. കാർഷിക വിപണിയിൽ അടുത്ത വാരം രാജ്യാന്തര ക്രൂഡ് ഓയിൽ വിപണിയിലെ വിലക്കയറ്റം റബ്ബറിന് ഗുണം ചെയ്യുമോ? വെളിച്ചെണ്ണ കുതിപ്പിന് പിന്നിൽ
തമിഴ്നാട് ലോബി, സംസ്ഥാന സർക്കാർ നോക്കുകുത്തി. ഹാപ്പിയല്ല കാപ്പി കർഷകർ. വിദേശ ഇടപാടുകാർ കൈയൊഴിഞ്ഞ് കുരുമുളക്. റബ്ബർ ഉൽപാദന രാജ്യങ്ങൾ വൻ പ്രതീക്ഷയിലാണ്. ഒട്ടുമിക്ക രാജ്യങ്ങളിലും ടാപ്പിംഗ് സീസണിന് തുടക്കം കുറിച്ച അവസരത്തിലാണ് കൃത്രിമ റബ്ബർ വില ഉയരുമെന്ന സൂചനകൾ പുറത്തുവന്നത്. വാരാവസാനം അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് 3% ഉയർന്ന് $73 മുന്നേറിയതാണ് റബ്ബറിൽ പ്രതീക്ഷ പകർന്നത്. അടുത്ത വാരം ഫണ്ടുകൾ റബ്ബറിൽ പിടിമുറുക്കിയാൽ ജപ്പാൻ, സിംഗപ്പൂർ, ചൈനീസ് മാർക്കറ്റുകളിൽ അവധി വിലകളിൽ ഉണർവ് പ്രതീക്ഷിക്കാം. അതേസമയം ടാപ്പിംഗ് സീസണ് തുടക്കം കുറിച്ചതിനാൽ തായ്ലൻഡ്, ഇന്തോനേഷ്യ, മലേഷ്യൻ മാർക്കറ്റുകളിൽ ചരക്കുവരവ് ഉയർന്നു തുടങ്ങുന്നത് മുന്നേറ്റ സാധ്യതകളെ തടയാനും ഇടയുണ്ട്. കേരളത്തിൽ കാലവർഷം സജീവമെങ്കിലും ഒട്ടുമിക്ക തോട്ടങ്ങളിലും മഴമറകൾ ഒരുക്കാൻ കർഷകർക്കായില്ല. മാസത്തിന്റെ രണ്ടാം പകുതിയിൽ കാലാവസ്ഥയിൽ ചെറിയ മാറ്റം കണ്ടാൽ മഴമറയിടുന്നത് കൂടുതൽ സജീവമാകും. മുഖ്യ വിപണികളിൽ 4ാം ഗ്രേഡ് റബ്ബർ 19,700 രൂപയിലും 5ാം ഗ്രേഡ് റബ്ബർ 19,400 രൂപയിലും വ്യാപാരം നടന്നു. ലാറ്റക്സ് വില 13,500 രൂപ. നാളികേരക്ഷാമത്തിന്റെ മറവിൽ തമിഴ്നാട് ലോബി വെളിച്ചെണ്ണ വില കുത്തനെ ഉയർത്തി. വ്യവസായികളുടെ എല്ലാ കണ്ണുകളും കേരളത്തിലെ വിൽപ്പന ലക്ഷ്യമാക്കിയതിനാൽ വില വർധനയ്ക്ക് യാതൊരു മാനദണ്ഡവുമില്ലാത്ത വിധത്തിലായിരുന്നു. പ്രതിദിനം 300 രൂപ വീതം വെളിച്ചെണ്ണ വില സംസ്ഥാനത്ത് ഉയർന്നപ്പോൾ ഈ വിലക്കയറ്റത്തിന്റെ നിജസ്ഥിതി വിലയിരുത്താൻ സർക്കാർ തയ്യാറായില്ല. കൃത്രിമ വിലക്കയറ്റം അരങ്ങേറുന്നുണ്ടോ എന്ന് വിപണിയിൽ പരിശോധനയും നടക്കുന്നില്ല. വാരാവസാനം കൊച്ചിയിൽ വെളിച്ചെണ്ണ വില 32,600 രൂപയിലാണ്. കുടുംബ ബജറ്റുകൾ താറുമാറാക്കുന്ന വിവരം പുറത്തുവന്ന് ആഴ്ചകൾ പലത് പിന്നിടുമ്പോഴും പൊതുവിതരണ കേന്ദ്രങ്ങൾ വഴി കുറഞ്ഞ വിലയ്ക്ക് വെളിച്ചെണ്ണ വിൽപ്പനയ്ക്കും സർക്കാർ തയ്യാറായില്ല. നാളികേരവും കൊപ്രയും ലഭിക്കാത്ത അവസ്ഥയെങ്കിൽ വെളിച്ചെണ്ണ ഇറക്കുമതിയിലൂടെ സ്ഥിതിഗതികൾ നിയന്ത്രിക്കേണ്ട ബാധ്യതയും സർക്കാരിനുണ്ടെന്ന കാര്യവും അവർ വിസ്മരിക്കുന്നു. രാജ്യാന്തര വിപണിക്കൊപ്പം ദക്ഷിണേന്ത്യയിലും കാപ്പി വില കുറഞ്ഞത് കർണാടകത്തിലെയും കേരളത്തിലെയും കർഷകരെ പ്രതിസന്ധിയിലാക്കി. വൻവില പ്രതീക്ഷിച്ച് ചരക്ക് പിടിച്ചവർ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന കാര്യത്തിൽ വ്യക്തമായ ഉത്തരം ലഭിക്കാതെ നട്ടം തിരിയുന്നു. വർഷാരംഭത്തിൽ കിലോ 500 രൂപ വരെ മുന്നേറിയ റോബസ്റ്റ കാപ്പി തളർച്ചയിലാണ്. അറബിക്ക കാപ്പി വിലയും കുറഞ്ഞു. അന്താരാഷ്ട്ര മാർക്കറ്റിലും കാപ്പിക്ക് തിരിച്ചടി നേരിട്ടു. ബ്രസീലിൽ വിളവെടുപ്പ് പുരോഗമിക്കുന്നതിനിടയിൽ പുതിയ ചരക്ക് കൂടുതലായി വിൽപ്പനയ്ക്കെത്തിയത് വിപണി ആടിയുലയാനിടയാക്കി. വിയറ്റ്നാം കഴിഞ്ഞ മാസം ഉയർന്ന അളവിൽ കാപ്പി കയറ്റുമതി നടത്തി. ഹൈറേഞ്ചിൽ റോബസ്റ്റ കാപ്പി കിലോ 225 രൂപയിലും കാപ്പി പരിപ്പ് 400 രൂപയിലുമാണ്. കുരുമുളക് വില ഏതാനും ദിവസങ്ങൾ സ്റ്റഡി നിലവാരത്തിൽ നീങ്ങിയ ശേഷം അല്പം തളർന്നു. കർഷകരും മധ്യവർത്തികളും വിപണിയുടെ ഓരോ ചലനങ്ങളും വീക്ഷിക്കുന്നുണ്ടെങ്കിലും ചരക്കിറക്കാൻ അവർ തിടുക്കം കാണിച്ചില്ല. ഹൈറേഞ്ച് മുളകുമായി കലർത്തി വിയറ്റ്നാം ചരക്ക് വിൽപ്പനയ്ക്കിറക്കുന്നവർ ഇതോടെ പ്രതിസന്ധിയിലാണ്. ഉത്തരേന്ത്യൻ വിപണികളിൽ നിന്നുള്ള ആവശ്യം താൽക്കാലികമായി കുറഞ്ഞതും വിലയെ സ്വാധീനിച്ചു. കൊച്ചിയിൽ അൺകാർബിൾഡ് കുരുമുളക് 66,300 രൂപയിൽ വ്യാപാരം നടന്നു. ഇനി ലോഞ്ച് പാഡ്. പുതിയ ആഴ്ചയിൽ വിപണിയിലെത്തുന്ന പുത്തൻ താരങ്ങൾ. കുറഞ്ഞ വിലയും മികച്ച ഫീച്ചറുകളുമായി വിപണി പിടിക്കാൻ IQ. 10,000 രൂപയിൽ താഴെ മാത്രം വില വരുന്ന IQ Z10 Lite 5G അടുത്ത വാരം എത്തും. ചൈനീസ് സ്മാർട്ട് ഫോൺ ബ്രാൻഡായ ഐക്യുവിന്റെ പുതിയ തലമുറ IQ Z10 Lite സ്മാർട്ട് ഫോൺ ജൂൺ 18 വിപണിയിലെത്തും. വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടാണ് ഈ സ്മാർട്ട് ഫോൺ പ്രധാനമായും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ക്ലാസുകളിൽ പങ്കെടുക്കുക, വീഡിയോകൾ സ്ട്രീം ചെയ്യുക, റീലുകൾ കാണുക, ഗെയിം കളിക്കുക, അല്ലെങ്കിൽ ഒന്നിലധികം ആപ്പുകൾ ഉപയോഗിച്ച് മൾട്ടി ടാസ്കിംഗ് ചെയ്യുക എന്നിങ്ങനെയുള്ള ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായാണ് ഈ മൊബൈൽ പ്രധാനമായും ഉപയോഗിക്കുകയെന്ന് കമ്പനി പറയുന്നു. സൈബർ ഗ്രീൻ, ടൈറ്റാനിയം ബ്ലൂ എന്നീ നിറങ്ങളിൽ IQ Z10 Lite ലഭ്യമാകും. മീഡിയടെക്കിന്റെ ഡെമൻസിറ്റി 6300 ചിപ്പ് സൈറ്റാണ്. ഇതിന് കരുത്ത് പകരുന്നത് മികച്ച ഇമേജ് എഡിറ്റിംഗും ഉൽപാദനക്ഷമതയ്ക്കായി AI ഫോട്ടോ എൻഹാൻസ്, AI ഡോക്യുമെന്റ് മോഡ് തുടങ്ങിയ AI പവർ ഉപകരണങ്ങളും ഉൾപ്പെടും. Z10 Lite 5Gക്ക് പൊടി, വെള്ളം പ്രതിരോധത്തിന് IP64 റേറ്റിംഗ് ഉണ്ടായിരിക്കുമെന്ന് കമ്പനി വെളിപ്പെടുത്തി. മെഴ്സിഡീസ് ബെൻസിന്റെ പുതിയ മോഡലുകൾ ഉടൻ ഇന്ത്യയിലേക്ക്. 2 വേരിയന്റുകളാണ് ജൂൺ അവസാന വാരം ഇന്ത്യൻ നിരത്തുകൾ കീഴടക്കാനെത്തുന്നത്. മെഴ്സിഡീസ് ബെൻസിന്റെ പെർഫോമൻസ് വിഭാഗത്തിൽപ്പെടുത്താവുന്ന AMG GTയുടെ 2 മോഡലുകൾ ജൂൺ 27 ഇന്ത്യയിലെത്തും. സ്റ്റാൻഡേർഡ് 63 4MATIC പ്ലസ്,
കൂടുതൽ കരുത്തുള്ള GT63 Pro 4MATIC Plus എന്നിവയാണിവ. രണ്ടാം തലമുറ AMG GT കൂടുതൽ വലുതും പ്രായോഗിക ഫീച്ചറുകളുള്ളതുമായ വാഹനമായിരിക്കും. 2+2 സീറ്റിംഗ് ലേഔട്ട് കൂടുതൽ സ്പേസ് നൽകും. കൂടുതൽ ബൂട്ട് സ്പേസ്, ടെക് ഫീച്ചറുകളുള്ള ക്യാബിൻ എന്നിവയും പ്രതീക്ഷിക്കാം. 4 ലിറ്റർ ട്വിൻ ടെർബോ V8 എഞ്ചിൻ 9 സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷനുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഓൾ വീൽ ഡ്രൈവ് സൗകര്യവുമുണ്ട്. 585 HP കരുത്തും 800 Nm ടോർക്കും ഉണ്ടാകും. GT63 Pro ആവട്ടെ 612 HP കരുത്തും 850 Nm ടോർക്കും ഉണ്ടായിരിക്കും. രണ്ട് മോഡലുകളും 3.2 സെക്കൻഡിൽ 100 കിലോമീറ്റർ വേഗതയിലെത്തും. പരമാവധി വേഗത GT63ക്ക് മണിക്കൂറിൽ 315 കിലോമീറ്റർ ആണ്. പ്രോയ്ക്ക് മണിക്കൂറിൽ 317 കിലോമീറ്ററും. 3 കോടി രൂപയാണ് പ്രതീക്ഷിക്കുന്ന വില. വിനോദവാരം. വലിയൊരു ഇടവേളയ്ക്ക് ശേഷം അമീർ ഖാൻ വീണ്ടും വെള്ളിത്തിരയിലേക്ക്. കോമഡി ഫാമിലി എന്റർടൈനറായ സിത്താരെ സമീൻ പറിന്റെ വിശേഷങ്ങൾ അറിയാം. RS പ്രസന്ന സംവിധാനം ചെയ്ത് അമീർ ഖാൻ നിർമ്മിക്കുന്ന ചിത്രമാണ് സിതാരെ സമീൻ പർ. ലാൽ സിംഗ് ഛദ്ദ എന്ന ചിത്രത്തിന് ശേഷം ഇടവേള എടുത്ത അദ്ദേഹത്തെ വീണ്ടും സ്ക്രീനിൽ കാണുന്നതിന്റെ ആവേശത്തിലാണ് ആരാധകർ. പതിവ് ആക്ഷൻ ചിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഹൃദയസ്പർശിയായ കോമഡി ഡ്രാമയായിരിക്കും ചിത്രമെന്നത് കൂടുതൽ ആകാംക്ഷ ഉണർത്തുന്നു. ചിത്രത്തിൽ ജനീലിയയും പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. ഗോപി കൃഷ്ണൻ വർമ്മ, വേദാന്ത് ശർമ്മ, ഋഷി ഷഹാനി, സംവിത് ദേശായി, ആയുഷ് ബൻസാലി തുടങ്ങിയവരാണ് മറ്റ് താരങ്ങൾ. സിതാരെ സമീൻ പർ സ്പാനിഷ് ചിത്രം ചാമ്പ്യൻസിന്റെ ഹിന്ദി റീമേക്കായി ഒരുക്കുന്നതാണെങ്കിലും താരെ സമീൻ പറിന്റെ രണ്ടാം ഭാഗമാണെന്നും വാർത്തകളുണ്ട്. ജൂൺ 20 ചിത്രം തിയേറ്ററുകളിലെത്തും. ഇനി പ്രധാന ഇവന്റുകൾ. കേരള ഇന്റർനാഷണൽ ജ്വല്ലറി ഫെയർ KIJF ജൂൺ 27 മുതൽ 29 വരെ അറ്റ്ലസ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ അങ്കമാലിയിൽ. ബെസ്റ്റ് ഓഫ് കേരള ബ്രാൻഡ് സമ്മിറ്റ് ജൂലൈ 5 കൊച്ചി ഗോകുലം പാർക്ക് ഹോട്ടലിൽ. ഇതോടെ ബിസ് നെക്സ്റ്റ് അവസാനിക്കുന്നു. അടുത്ത ആഴ്ച കാണാം. ബൈ.